ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൂസ്ലി പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LDCക്ക് വേണ്ടി നടത്തുന്ന മോഡൽ എക്സാമാണ്. അപ്പോൾ നമ്മുടെ 3 ജില്ലകളുടെ LDC എക്സാം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നടന്ന നമ്മുടെ കൊല്ലം കണ്ണൂർ എക്സാമൊക്കെ അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പം എല്ലാവരും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റൊക്കെ ഒന്ന് പഠിക്കുക. അത് തന്നെ നമുക്ക് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല, എന്നാലും റിലേറ്റഡ് ഫാക്റ്റ്സൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. കാരണം ഇനി അഥവാ അതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടബോധം തോന്നരുതല്ലോ. അപ്പം പഠിക്കുക. അതുപോലെ SCRT ടെക്സ്റ്റ് ബുക്കും നമ്മുടെ ലാസ്റ്റ് എക്സാമിന് കൊല്ലം കണ്ണൂർ എക്സാമിനൊക്കെ NCERT +1 +2 ടെക്സ്റ്റിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ പൊളിറ്റിക്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ് ആയാലും +1 +2 എന്നൊക്കെ നല്ലപോലെ കേട്ടിട്ടുണ്ട്. അപ്പം പറ്റുന്നവർ ആ ചാപ്റ്റേഴ്സ് കൂടി NCERTയിലെയും SCRTയിലെയും ചാപ്റ്റേഴ്സ് കൂടി ഒന്ന് പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ എക്സാമൊക്കെ എഴുതി ഒന്ന് പരിശീലിക്കാൻ ശ്രമിക്കാം. നമ്മളിവിടെ 30 മാർക്കിൻ്റെ ഒരു മോഡൽ എക്സാമാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കും എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ എക്സാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ജസ്റ്റ് ഒന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുത്തണ അണക്കെട്ട് പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് പുത്തന അണക്കെട്ട് പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദയഗിരി കോട്ട പുതുക്കി പണിത രാജാവാരാണ്? ഉദയഗിരി കോട്ട പുതുക്കി പണിതത് നമ്മുടെ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമിനെ ദേവസം, ബ്രഹ്മസം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചതും നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കാലഘട്ടം ഒന്ന് ഓർക്കണം, ഭരിച്ച കാലഘട്ടം 1729 to 58. ഓക്കെ, ഈ കാലഘട്ടത്തിൽ എന്ത് നടന്നു തന്നെ പരീക്ഷ കേട്ടാലും നമ്മുടെ മാർത്താണ്ഡവർമ്മേനെ അങ്ങ് കറക്കി വെച്ചാൽ മതി. അപ്പോൾ 1729 to 1758 കാലഘട്ടത്താണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരണം നടത്തുന്നത്. നമ്മുടെ ഭൂമിനെ ദേവസം, ബ്രഹ്മസം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിന് നിയമിച്ച ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അതായത് നിലം പുരയിടങ്ങളും കണ്ടെഴുത്ത് നടത്താൻ വേണ്ടി മാർത്താണ്ഡവർമ്മ പ്രത്യേകമായി നിയമിച്ച വ്യക്തി ആരെന്ന് PSC കേട്ടിട്ടുണ്ടത് അത് മല്ലൻ ശങ്കരനാണ്. ഓക്കെ, മല്ലൻ ശങ്കരൻ. ഓക്കെ, നമ്മുടെ ഭൂമി അളർന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയം എല്ലാം നടത്താൻ വേണ്ടി, അതുപോലെ തന്നെ ഭൂമിനെ ദേവസം, ബ്രഹ്മസം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ എല്ലാം 4ആയി തിരിച്ചത് മല്ലൻ ശങ്കരനാണ്. ഓക്കെ, മല്ലൻ ശങ്കരനാണ് മാർത്താണ്ഡവർമ്മയാണ് നിയമിച്ചത്. അതുപോലെ നമ്മൾ ഉദയഗിരി കോട്ട പുതുക്കി പണിതതും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവാര നേട്ടനാൽ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ സുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാരെന്ന് നേട്ടിയാലും മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, സുചീന്ദ്രൻ കൈമുക്ക്, അതുപോലെ തന്നെ ഹിരണ്യഗർഭൻ ചടങ്ങ് ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ഇത്രയും പോയിൻറ്റ്സ് ഒന്ന് നോക്കി വയ്ക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിട്ടുള്ളതിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമുള്ളത് ഏതൊക്കെയെന്നാണ്? റഷ്യൻ വിപ്ലവവുമായി നടന്ന ജൂലൈ, നവംബർ കലാപം, ഒക്ടോബർ കലാപം, ഫെബ്രുവരി കലാപം. ഏതാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധമുള്ളത്? ഏതാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ ഏതാണ്? ഒക്ടോബർ കലാപവും അതുപോലെ നമ്മുടെ ഫെബ്രുവരി കലാപമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3ഉം 4ഉമാണ്. ഓക്കെ, 3 ഒക്ടോബർ കലാപവും ഫെബ്രുവരി കലാപവുമാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ യുദ്ധപ്രഭുക്കന്മാരുടെ യുദ്ധം ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്? വാർലോഡ് ഇറ. ഓക്കെ, വാർലോഡ് ഇറ. യുദ്ധപ്രഭുക്കന്മാരുടെ യുദ്ധം ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്? അത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. യുദ്ധപ്രഭുക്കന്മാരുടെ യുദ്ധം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നേട്ടിനാൽ ചൈനീസ് വിപ്ലവമാണ്. അതുപോലെ തന്നെ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി? നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 2023 നടന്ന PSC കേട്ട ചോദ്യമാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. അത് ഒട്ടുമിക്കവരും തെറ്റിച്ചതാണ്, പക്ഷേ അതിൻ്റെ ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. ഈ ലോകത്ത് സോഷ്യലിസം എന്ന ആശയം കൊണ്ടുവന്ന വിപ്ലവം ഏതാണ്? സോഷ്യലിസം എന്ന ആശയം കൊണ്ടുവന്നത് റഷ്യൻ വിപ്ലവമാണ്. ഓക്കെ, സോഷ്യലിൻ്റെ ഷായും റഷ്യയുടെ ഷായും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സോഷ്യലിസം എന്ന ആശയം കൊണ്ടുവന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ ആധുനിക ചരിത്രത്തിലെ ഒരു നീർത്തട പ്രസ്ഥാനമായി കണക്കാക്കുന്ന വിപ്ലവം ഏതാണ്? എ വാട്ടർഷെഡ് മൂവ്മെൻറ്റ് ഇൻ മോഡേൺ ഹിസ്റ്ററി. ആധുനിക ചരിത്രത്തിലെ ഒരു നീർത്തട പ്രസ്ഥാനമായി കണക്കാക്കുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവമാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവമാണ്. ശ്രദ്ധിക്കണം, നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത പോയിൻ്റാണ്. ആധുനിക ചരിത്രത്തിലെ ഒരു നീർത്തട പ്രസ്ഥാനം എ വാട്ടർഷെഡ് മൂവ്മെൻറ്റ് ഇൻ മോഡേൺ ഹിസ്റ്ററി കണക്കാക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിനെയാണ്.
മൂന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കാർട്ടസ് എന്ന പേരിൽ നികുതി ഏർപ്പെടുത്തിയത് ആരാണ്? കാർട്ടസ് ഓപ്ഷൻ എ ആണ്, പോർച്ചുഗീസാണ്. ഓക്കെ, പോർച്ചുഗീസുകാരാണ്. നാലാമത്തെ ചോദ്യമാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചതെന്ന് PSC കേട്ടതാണ്, ചോദിച്ച പ്രീവിയസ് ആണ്. ഝാൻസി റാണി 1858 ജൂൺ 18 ഓപ്ഷൻ എ ആണ്. 1858 ജൂൺ 18 ഝാൻസി നഗരം എവിടെയാണ്? ഝാൻസി റാണിയാണ്. ഝാൻസി നഗരം ഏത് സംസ്ഥാനത്താണ്? UPയിലാണ്. ഓക്കെ, UPയിൽ ഉത്തർപ്രദേശിലാണ് ഝാൻസി നഗരം. ഓക്കെ, അതുപോലെ തന്നെ കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ. അതൊന്നും കേട്ടിട്ടില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരാണ് ഏത്? മണികർണിക. ഓക്കെ, മനൂഫായി എന്നൊക്കെ അറിയപ്പെടുന്നു, മണികർണിക. ഝാൻസി റാണിനെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. ഓക്കെ, ഹ്യൂഗ് റോസിയാണ്. ഗോളിയോറിൽ വെച്ചാണ് മരിക്കുന്നത്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിനെ വിശേഷിപ്പിച്ചത് ആരാണ്? അതും ഹ്യൂഗ് റോസ് ആണ്. ഓക്കെ, ഹ്യൂഗ് റോസ് ആണ്. അഞ്ചാമത്തെ ചോദ്യം രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏതാണ്? രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവമാണ്. ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവമാണ്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യുവാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏതാണ്? മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യുവാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. നേരത്തെ പറഞ്ഞ ഒലിവ് ബ്രാഞ്ച് നിവേദനം ഏതുമായി ബന്ധപ്പെട്ടാണ്? അമേരിക്കൻ വിപ്ലവമാണ്. തൂലിക പടവാളാക്കിയ വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? തൂലിക പടവാളാക്കിയ വിപ്ലവം എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവമാണ്. ഓക്കെ, തൂലിക അറിയാലോ, നമ്മുടെ എഴുതണ പേന. ഓക്കെ, തൂലിക പടവാളാക്കിയ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിനെയാണ്. അതുപോലെ തന്നെ തുറന്ന വാതിൽ നയവും കറുപ്പ് വ്യാപാരം എന്നിവയൊക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്? കറുപ്പ് വ്യാപാരം, ഓപ്പിയം ട്രേഡും അതുപോലെ തുറന്ന വാതിൽ നയം ഏത് മുതലാണ്? ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് കറുപ്പ് വ്യാപാരം അതുപോലെ തന്നെ തുറന്ന വാതിൽ നയം എന്നിവയെല്ലാം. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ജനങ്ങളാണ് പരമാധികാരി കേട്ടിട്ടുള്ളതാണ് PSC കുറേ തവണ. റൂസോയാണ്. ഓക്കെ, റൂസോയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ജനങ്ങളാണ് പരമാധികാരി. ഓക്കെ, ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞിട്ട് റൂസോയാണ്. ആറാമത്തെ ചോദ്യമാണ് ദാമോദർ ജോഡി അലുമിനിയം പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ദാമൻ ജോഡി അലുമിനിയം പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഏതാണ്? ദാമൻ ജോഡ് അലുമിനിയം പ്ലാന്റ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഒഡീഷയിലാണ്. ഏഴാമത്തെ ചോദ്യമാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഏതെന്നാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എക്സോസ്ഫിയർ ആണ്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലത്തെയാണ് ഏതാണ്? എക്സോസ്ഫിയർ. ഓക്കെ, തെർമോസ്ഫിയറിൽ വരെയാണ് അയണോസ്ഫിയറും എക്സോസ്ഫിയറും. അതിൽ ഏറ്റവും മുകളിലത്തെയാണ് എക്സോസ്ഫിയർ. ബഹിരാകാശത്തിൻ്റെ തുടക്കം എവിടെയാണ്? എക്സോസ്ഫിയറിൽ വെച്ചാണ്. ഓക്കെ, എക്സോസ്ഫിയറിലാണ് ബഹിരാകാശത്തിൻ്റെ തുടക്കം. എട്ടാമത്തെ ചോദ്യമാണ് പൂർവ്വവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതെന്നാണ്? പൂർവ്വവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ധ്രുവീയ കാറ്റാണ്. ഒൻപതാമത്തെ ചോദ്യമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. പത്താമത്തെ ചോദ്യമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് ഏതെന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് ഏതാണ്? നമുക്കറിയാം ജൂൺ സെപ്റ്റംബർ ആണ്. ഓക്കെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. 11ാമത്തെ ചോദ്യമാണ് ലോക്പാലുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. ലോക്പാൽ എന്ന പദത്തിൻ്റെ സൃഷ്ടാവായി ഗണിക്കുന്നത് അശോക് മേത്തയാണ്. ലോക്പാൽ നിയമം നടപ്പിൽ വന്നത് 2014 ജനുവരി 16 ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ പ്രദീപ് കുമാർ മൊഹന്തിയായിരുന്നു. രാജ്യത്തെ നിലവിലെ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷാണ്. ഇവയിലേതാണ്? ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി.
ഇവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 2 മാത്രമാണ്. ഓക്കെ, ലോക്പാൽ എന്ന പദം ആരാണ്? എൽ.എം. സിംഗ്വിയുടെയാണ്. ഓക്കെ, ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എൽ.എം. സിംഗ്വിയാണ്. അതുപോലെ തന്നെ ലോക്പാൽ നിയമം നിലവിൽ വന്നത് 2014 ജനുവരി 16-നാണ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷാണ്. ഓക്കെ, ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ. നിലവിലെ ലോക്പാൽ ആരാണ്? രാജ്യത്തെ നിലവിലെ ലോക്പാൽ അജയ് മാണി റാവു ഖാൻ വിൽക്കർ. ഓക്കെ, അല്ലെങ്കിൽ ഖാൻ വിൽക്കർ എന്ന് പഠിച്ചു വെച്ചാൽ ഒരാളുടെ പേരാണ് കേട്ടോ. എ.എം. റാവു ഖാൻ വിൽക്കറാണ് യഥാർത്ഥ പേര്. എ.എം. അജയ് മണി റാവു ഖാൻ വിൽക്കർ എന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കണം. ഖാൻ വിൽക്കർ. ഓക്കെ, ഖാൻ വിൽക്കറാണ് നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ. ഓക്കെ, നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ എന്നാൽ ഖാൻ വിൽക്കറാണ്. അപ്പോൾ ഇത്രയും നോക്കണം പോയിന്റ്. 2014 ജനുവരി 16-നാണ് നിയമം നിലവിലാക്കിയത്. ലോക്പാൽ എന്ന വേർഡ് ആരാണ്? എൽ.എം. സിംഗ്വിയാണ്. ഓക്കെ, എൽ.എം. സിംഗ്വിയാണ്. അടുത്ത ചോദ്യമാണ് 12ാമത്തെ ചോദ്യമാണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ്? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി സെക്ഷൻ 4, സെക്ഷൻ 6, സെക്ഷൻ 8, സെക്ഷൻ 9. ഇതിലേതാണ് തെറ്റായത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. സെക്ഷൻ 4 പൊതു അധികാരികളുടെ കടമയുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, സെക്ഷൻ 4 പൊതു അധികാരികളുടെ കടമ. അതുപോലെ തന്നെ സെക്ഷൻ 8 വിവരം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവ. സെക്ഷൻ 9 വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റു ചില കാരണങ്ങൾ. ഇതിൽ നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ 3ാമത്തെ ചാപ്റ്ററാണ്. പക്ഷേ വകുപ്പ് അഥവാ സെക്ഷൻ ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ ഏതാണ്? 12ാമത്തെ സെക്ഷനാണ്. ഓക്കെ, വകുപ്പ് 12ഉം ചാപ്റ്റർ 3ാമത്തെയാണ്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വകുപ്പ് 4ഉം സെക്ഷൻ ഏതായിരിക്കും? അല്ലെങ്കിൽ ചാപ്റ്റർ ഏതായിരിക്കും? ചാപ്റ്റർ 15ഉമാണ്. ഓക്കെ, ചാപ്റ്റർ 15ഉം 3ഉമാണ്. ഓക്കെ, ഈ 1+2 കൂട്ടിയാൽ 3 കിട്ടുമല്ലോ. അതേപോലെ 5 1 കുറച്ചാൽ 4 കിട്ടുമല്ലോ. അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്ത് വയ്ക്കുക. ചാപ്റ്റർ 3ഉം 4ഉമാണ്. വകുപ്പുകൾ 12ഉം 15ഉമാണ്. സെക്ഷൻ 12 പറയുന്നത് എന്താണ്? ദേശീയ വിവരാവകാശ കമ്മീഷനെ കുറിച്ച്. സെക്ഷൻ 13 അതിലെ വകുപ്പ് 13 പറയുന്നത് ഏതാണ്? അവരുടെ കാലാവധിയെക്കുറിച്ച്, കാലാവധിയും സേവന വ്യവസ്ഥയെക്കുറിച്ച്. 14 ഇവരെ നീക്കം ചെയ്യുന്നത്. ഓക്കെ, ദേശീയ വിവരാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് 14. അപ്പോൾ 12, 13, 14 പഠിച്ച്. ഇനി 15 നമ്മൾ ഏതെന്ന് പറഞ്ഞ് സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷനെ കുറിച്ച്. ഇതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തൊന്ന്. 15 സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷൻ, 16 സ്റ്റേറ്റിൻ്റെ കാലാവധിയും വ്യവസ്ഥകളും, 17 എന്താണ്? അവരെ സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ ഇനി ചോദിക്കാൻ ചിലപ്പം ചാൻസ് ഉള്ളതാണ് ഈ 2019 എന്താണ് ഭേദഗതി പ്രകാരം ഏതൊക്കെ സെക്ഷനുകളാണ് ഭേദഗതി ചെയ്തതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സെക്ഷൻ 13, സെക്ഷൻ 16, സെക്ഷൻ 17. സെക്ഷൻ 13 എന്താണ് പറയണത്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഏതാണ്? സെൻട്രൽ ദേശീയ തലത്തിലുള്ള വിവരാവകാശ കമ്മീഷൻ്റെ കാലാവധിയും സേവന വ്യവസ്ഥകളും. സെക്ഷൻ 15 എന്താണ്? 16 ഏതാണ്? സംസ്ഥാന തലത്തിലുള്ള വിവരാവകാശ കമ്മീഷൻ്റെ കാലാവധിയും വ്യവസ്ഥകളും. സെക്ഷൻ പിന്നെ 27 13, 16, 27 കേട്ടോ. 27, 13, 16, 27 എന്നീ സെക്ഷനുകളാണ് 2019 ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്തിട്ടുള്ളത്. 13ാമത്തെ ചോദ്യം. എത്ര രൂപ വരെയുള്ള കേസുകളിൽ ആണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത്? എത്രയാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 50 ലക്ഷം ടു 2 കോടിയാണ്. 14ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആകാൻ യോഗ്യതയുള്ളത്? ആർക്കാണ് ചെയർപേഴ്സൺ ആവാൻ ദേശീയ മനുഷ്യാവകാശൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെയാണ് PSC ഇപ്പം കേൾക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി. ഇവയിൽ ആർക്കൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1, 2 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ജഡ്ജിക്കാണ്. 15ാമത്തെ ചോദ്യമാണ്. തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ
സർക്കാർ ഭരണത്തെ വിശദീകരിക്കുവാൻ ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ബ്യൂറോക്രസി എന്ന പദം. ഓപ്ഷൻ എ ആണ്, വിൻസെൻ്റ് ഡി ഗുർണയാണ്. ഓക്കെ, PSC കേട്ടിട്ടുള്ളതാണ്. ബ്യൂറോക്രസി എന്ന പദം വിൻസെൻ്റ് ഡി ഗുർണയാണ്. 16ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തതിൽ ഏത് റിട്ടാണ് ഒരു താഴെത്തട്ടിലുള്ള കോടതിയോ ട്രൈബ്യൂണലോ ജുഡീഷ്യൽ സ്ഥാപനമോ പ്രസ്താവിച്ച ഉത്തരവിനെ അസാധുവാക്കാൻ ഉപയോഗിക്കുന്നത്? ഈ ഇടയ്ക്ക് സെയിം ചോദ്യം PSC കേട്ടിട്ടുണ്ട്. ഏതാണ്? എന്താണ്? കോടതികൾ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, സെർഷ്യറി ആണ്. സെർഷ്യറി. ഓപ്ഷൻ സി ആണ്. 17ാമത്തെ ചോദ്യമാണ്, ഭരണനിർമ്മാണ സഭയിലെ കമ്മിറ്റികളെയും അതിൻ്റെ ചെയർമാനെയും കൊടുത്തതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ്? ഓർഡിനൻസ് കമ്മിറ്റി, അതുപോലെ ദേശീയ പതാക അഡ്ഹോക് കമ്മിറ്റി, മൗലിക അവകാശ ഉപദേശക കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. ഇവയിൽ ശരിയായത് ഏതൊക്കെയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2ഉം 3ഉം 4ഉമാണ്. ദേശീയ പതാക അഡ്ഹോക് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ തന്നെ മൗലിക അവകാശ ഉപദേശക കമ്മിറ്റി വല്ലഭായ് പട്ടേലാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആരാണ്? KM മുൻഷിയാണ്. ഓക്കെ, KM മുൻഷിയാണ് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഏതാണ്? ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, ക്രെഡൻഷ്യൽ കമ്മിറ്റി. ക്രെഡൻഷ്യൽ അല്ലാടി, ഒരു ഡാഡായ കണക്ഷയില്ലേ? ക്രെഡൻഷ്യൽ കമ്മിറ്റി, അതിൻ്റെ ചെയർമാനാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, 18ാമത്തെ ചോദ്യമാണ്, താഴെ നൽകിയിരിക്കുന്ന വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഏത് ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, ഓർഡർ പഠിക്കാൻ പറഞ്ഞതാണ് കഴിഞ്ഞ മോഡൽ എക്സാമിൽ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പരമാധികാര, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഓർഡറിലാണ്. 19ാമത്തെ ചോദ്യമാണ്, ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ഏതു ലിസ്റ്റിലാണ് മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഏത് ലിസ്റ്റിലാണ് മൃഗങ്ങൾക്കെതിരായ? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇവയൊന്നുമല്ല. ഏതാണ്? മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റാണ്. 30ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ്. ഒന്നാമത്തെയാണ്, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനർസംഘടന. രാജ് പ്രമുഖ് എന്ന പദവി നിർത്തലാക്കി. തിരുവിതാംകൂർ കൊച്ചി എന്നതിന് പകരം കേരളം എന്നാക്കി. ഓക്കെ, തിരുവിതാംകൂർ കൊച്ചി എന്നതിന് പകരം കേരളം എന്നാക്കി. 4ാമത്തെയാണ്, ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണറായി നിയമിക്കാം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന്? 30 നമ്മുടെ 20ാമത്തെ ചോദ്യം. ഏതാണ്? എല്ലാം ശരിയാണ്. ഓക്കെ, സംസ്ഥാനങ്ങളുടെ പുനർസംഘടന, രാജ് പ്രമുഖ് എന്ന പദവി നിർത്തലാക്കി, തിരുക്കൊച്ചി എന്നതിന് പകരം കേരളം എന്നാക്കി, ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണറായി നിയമിക്കാം. ഇംഗ്ലീഷിലെ ആദ്യത്തെ ചോദ്യമാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. സെലക്ട് ദ വൺ വേർഡ് ഇക്വലൻറ്റ് ഓഫ് ദി വേർഡ് അണ്ടർലൈൻഡ്. ദ യൂണിയൻ ലീഡർ വാസ് എ സ്കിൽഫുൾ ആൻഡ് എക്സ്പേർട്ട് നെഗോഷിയേറ്റർ. ഏതാണ്? സ്കിൽഫുൾ ആൻഡ് എക്സ്പേർട്ടിന് വൺ വേർഡ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അഡാപ്റ്റ്. EPT. ഓക്കെ, അഡാപ്റ്റ്. ഓക്കെ, ADEPT ആണ്. 22ാമത്തെ ചോദ്യം. There was no means of conveyance there, so we dash walk. So we had to ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. So we had to walk. 52 ഓപ്ഷൻ സി ആണ്. 53ാമത്തെ ചോദ്യം നമ്മുടെ 23ാമത്തെ ചോദ്യം. സിനോണിം ഓഫ് ദ ബ്ലാസ്ഫിമോസ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ദൈവദൂഷണം, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പ്രൊഫെയിൻ. 53 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 24ാമത്തെ ചോദ്യം. ഫൈൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫ്രോം ദി ഫോളോയിങ് സെൻറ്റൻസ്. ദ ടീച്ചർ സെഡ് ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദി സൺ.
ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് മൂവ്സ് എറൗണ്ട് ദി സൺ. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ അതിൻ്റെ ടെൻസ് ഒന്നും മാറ്റി നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സെയിം അതേപോലെ സാധനങ്ങൾ എടുത്ത് എഴുതി വെച്ചാൽ മതി. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് മൂവ്സ് എറൗണ്ട് ദി സൺ. 54 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, 55 നമ്മുടെ 25ാമത്തെ ചോദ്യം. ഫൈൻഡ് ദി അപ്രോപ്രിയേറ്റ് ആൻറ്റോണിമം ഫോർ ദി വേർഡ് ഗിവൺ. ജിയോപാർഡി. ഏതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, സേഫ് ഗാർഡാണ്. ഓപ്ഷൻ എ സേഫ് ഗാർഡാണ്. മലയാളത്തിലെ ആദ്യത്തെ ചോദ്യം, 26ാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്നവൽ ശരിയായ പദം ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അസ്ഥിക്കൂടം. അസ്ഥിക്കൂടമാണ്. ഓപ്ഷൻ ഡി ആണ് അസ്ഥിക്കൂടം. 27ാമത്തെ ചോദ്യം. തേന്മാവിൻ്റെ പര്യായം അല്ലാത്തത് ഏതെന്നാണ്? ഏതാണ് തേന്മാവിൻ്റെ പര്യായം അല്ലാത്തത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, മകരന്ദമാണ്. ഓക്കെ, ഓപ്ഷൻ സി മകരന്ദം. എന്താണ് ഇതിൻ്റെ അർത്ഥം? മകരന്ദം, മാരന്ദം. എന്താണ്? തേൻ എന്നാണ് അർത്ഥം. ഓക്കെ, ഹണി, തേൻ എന്നാണ് അർത്ഥം. മാരന്ദം, മകരന്ദം ഇതെല്ലാം തേനാണ്. മാഗന്ധം, അതേപോലെ രസാലം, ചൂതം ഇവയെല്ലാം എന്താണ്? മാവാണ്. ഓക്കെ, അതിൽ ആമ്രവും മാവാണ്. ചൂതം മാവാണ്. ഓക്കെ, 28ാമത്തെ ചോദ്യം. ആവിർഭാവം എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ്. ആവിർഭാവം പ്രിവിയസ് ആണ്. എന്താണ്? തിരോദ്ഭാവം. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 29ാമത്തെ ചോദ്യം. പൈതൃകം എന്ന പദത്തിൻ്റെ അർത്ഥം. പൈതൃകം പിതാവിനെ സംബന്ധിച്ചത്. ഓപ്ഷൻ എ ആണ്. 30ാമത്തെ ചോദ്യം, നമ്മുടെ ലാസ്റ്റ് ചോദ്യം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നതിൻ്റെ അർത്ഥം വരാത്ത പഴഞ്ചൊല്ലി അതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നാട് മറന്നാലും മൂട് മറക്കരുത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 30 ചോദ്യങ്ങളും. നിങ്ങൾക്ക് എത്രയും മാർക്ക് ലഭിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.